പകരക്കാരനായി ഇറങ്ങിയ ഫെറാൻ ടോറസിന്റെ ഗോളിൽ സ്പെയിൻ കലാശപ്പോരിൽ സ്പെയിൻ 1-0 മുന്നിലെത്തിയിരിക്കുകയാണ്. 106-ാം മിനിറ്റിൽ എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുന്ന മത്സരം അത് 106-ാം മിനിറ്റിലേക്ക് വരുമ്പോൾ ഫെറാൻ ടോറസ് നേടിയ ഗോളിൽ 1-0 എന്നുള്ള നിലയിൽ രണ്ടാം ലോക കിരീടത്തിന് തൊട്ടടുത്ത് എത്തി നിൽക്കുന്നു സ്പെയിൻ എന്ന് പറയേണ്ടി വരും. കാരണം ഇത് ഇനിയിപ്പോ 10 പേരുമായി അടുത്ത ഒരു 15 മിനിറ്റ് സമയം കിട്ടുമായിരിക്കും. ആ 15 മിനിറ്റിൽ ഇനി ഒരു ഗോൾ തിരിച്ചടിക്കും. ഇതുവരെയുള്ള കളി കണ്ട സ്ഥിതിക്ക് ഇതുവരെയുള്ള അർജന്റീനയുടെ കളി ആ ഒരു രീതിയിൽ ഗോൾ തിരിച്ചടിക്കാനുള്ള കെൽപ്പുള്ള രീതിയിലുള്ള ഒരു കളി നമുക്ക് അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ കണ്ടിട്ടില്ല. ഇനി 13 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. നേരത്തെ ഒരു ഗോളിനടുത്ത് എത്തിയതാണ്. അതിന് തൊട്ടു മുൻപുള്ള ഒരു ഫൗൾ വിളിച്ച ഗോൾ അനുവദിച്ചിരുന്നില്ല. ഇപ്പോഴിതാ ആദ്യ പകുതി കഴിഞ്ഞു, രണ്ടാം പകുതി കഴിഞ്ഞു, എക്സ്ട്രാ ടൈം കയറുന്നു. ഇപ്പോൾ 106-ാം മിനിറ്റിൽ, അതായത് എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതി കഴിഞ്ഞ് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഗോൾ അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഫെറാൻ ടോറസ് പകരക്കാരനായി വന്നതാണ്, ഫ്രഷ് ലെഗ് ആയിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ ഗോളിൽ ഈ ഒരു നിമിഷത്തിൽ ഇപ്പോൾ സ്പെയിൻ മുന്നിട്ട് നിൽക്കുന്നു. ഇപ്പോൾ അർജന്റീനയ്ക്ക് അനുകൂലമായൊരു പെനാൽറ്റി ലഭിച്ചിട്ടുണ്ട്. ഇനിയാണ് ഈ ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇനിയിപ്പോൾ അറ്റാക്കുകൾ വരാനുള്ളത്. ഇനിയിപ്പോ അർജന്റീന ഏത് രീതിയിലായിരിക്കും തിരിച്ചടിക്കുക? കാരണം അവർക്കൊരാൾ കുറവാണ്. എൻസോ ഫെർണാണ്ടസ് 2 മഞ്ഞ കാർഡ് വാങ്ങി ചുവപ്പ് കാർഡുമായി പുറത്തേക്ക് പോയ എൻസോ ഫെർണാണ്ടസ് ഒരാൾ കുറവിലാണ് ഇപ്പോൾ അർജന്റീന കളിക്കുന്നത് എന്നും കൂടി കാണേണ്ടതുണ്ട്. മത്സരം ഇപ്പോൾ 109-ാമത്തെ മിനിറ്റിലേക്ക് കടക്കുന്നു. 11 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുമ്പോൾ രണ്ടാം ലോക കിരീടത്തിന് തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ്. ഗോൾ അറ്റംപ്റ്റ്സുകളുടെ, അതായത് ഗോൾ ശ്രമങ്ങളുടെ എണ്ണം നോക്കുക. 20 ശ്രമങ്ങൾ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട് സ്പെയിനിന്റെ ഭാഗത്ത് നിന്ന്. ആ 20 ശ്രമങ്ങളിൽ 11 എണ്ണവും ലക്ഷ്യത്തിലേക്കായിരുന്നു പോയിരുന്നത്. എമിലിയാനോ മാർട്ടിനസ് എന്ന അർജന്റീന ഗോൾ കീപ്പറുടെ മനസാന്നിധ്യവും മെയ്വഴക്കവും ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ഇത്രയും സമയം അർജന്റീന ഗോൾ വഴങ്ങാതെ പിടിച്ചു നിന്നത് എന്ന് മാത്രം പറയേണ്ടി വരും. കലാശപ്പോരിൽ ഏറ്റവും മോശം പ്രകടനം തന്നെ അർജന്റീന കാഴ്ചവെച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ കളി ശരിക്കും സ്പെയിൻ ജയിക്കാൻ വേണ്ടി കളിച്ചു. ഗോൾ ഫിനിഷിംഗിലെ പോരായ്മ, ഫൈനൽ തേർഡിൽ പന്തെത്തിക്കുന്നതിലെ പ്രശ്നങ്ങൾ, ആ ഒരു പ്രശ്നങ്ങൾ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ കളി പൂർണ്ണമായും സ്പാനിഷ് താരങ്ങളുടെ കാൽക്കീഴിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ്. 68% ബോൾ പൊസിഷൻ, 32% മാത്രമാണ് ഇതുവരെയുള്ള കളിയിൽ അർജന്റീനയ്ക്കുള്ളത്. ഇനി അവസാനവട്ട ഒരാട്ടം ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. പക്ഷേ ഇതുവരെയുള്ള കളിയിൽ അതിനുള്ള ഒരു സാധ്യത കാണുന്നില്ല. പക്ഷേ ഇത് ലയണൽ മെസ്സിയും സംഘവുമാണ് എന്നുള്ള ഒരു ശ്രമം, ഒരു ആശ്വാസം മാത്രമാണുള്ളത്. ഇനി എന്തത്ഭുതമാണ് അടുത്ത കുറച്ച് നിമിഷങ്ങളിൽ ബാക്കി വെച്ചിരിക്കുന്നത് എന്ന ഒരു ആകാംക്ഷ മാത്രം ബാക്കിയാകുമ്പോൾ ഒരുപക്ഷെ ഒരു കൗണ്ടർ കൂടി വന്ന് സ്പെയിൻ ആ ലീഡ് 2 ഉയർത്തിയാലും അത്ഭുതപ്പെടാനില്ല. അർജന്റീന ആരാധകർ ഏറെ നിരാശയോടെ കണ്ട ഒരു ഫൈനൽ എന്നുള്ള കാര്യം ഒരു സംശയവുമില്ല. കാരണം ഇതിനോടകം തന്നെ ഈ തൊട്ടടുത്ത കാലത്ത് തന്നെ 2014 ഒരു ഫൈനൽ കണ്ടു. ആ ഫൈനലിൽ ഗംഭീരമായി കളിച്ചവരാണ് അർജന്റീന. പക്ഷേ അവസാനം എക്സ്ട്രാ ടൈമിൽ മരിയോ ഗോഡ്സെയുടെ ഒറ്റ ഗോളിൽ 113-ാം മിനിറ്റിൽ മരിയോ ഗോഡ്സെ വന്ന് നേടിയ ഒറ്റ ഗോളിലെന്ന് വീണുപോയവരായിരുന്നു അർജന്റീന. പിന്നീട് കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിലെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ഷൂട്ടൌട്ടിൽ ഫ്രാൻസിനെ കീഴടക്കി കിരീടം നേടിയ സംഘമായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും മോശം രീതിയിൽ ഒരു ഫൈനൽ പോരാട്ടം കാഴ്ചവെച്ചിട്ടില്ല അർജന്റീന താരങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിഹാസ താരങ്ങൾ സ്പെയിനിന്റെ 2010 സ്പെയിൻ ലോക കിരീടം നേടുമ്പോൾ ആ ടീമിൽ ഉണ്ടായിരുന്ന പുയോളായാലും ഇനിയസ്റ്റ ആയാലും ചാവി ആയാലും ഒക്കെ തന്നെയും ഈ ഗാലറിയിൽ ഉണ്ടായിരുന്നു. ഈ യുവ സംഘത്തെ പ്രോത്സാഹിപ്പിക്കാനായി ഈ ടൂർണമെന്റിൽ തോൽവി അറിയാതെ 2010 സ്പെയിൻ കിരീടം നേടിയ സമയത്ത് അന്ന് ആദ്യ മത്സരം തോറ്റു തുടങ്ങിയവരായിരുന്നു അവർ. പിന്നീടാണ് ഓരോ മത്സരവും ജയിച്ച് ആകെയുള്ള 7 മത്സരങ്ങളിൽ 6 വിജയവും ഒരു തോൽവിയുമായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെ തോൽവി മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത്. 8 ഗോൾ അടിച്ച് 2 ഗോൾ വഴങ്ങി അന്ന് ലോക ജേതാക്കളായി. ഫൈനലിൽ ഇനിയസ്റ്റയുടെ ഗോളിൽ വിശ്വകിരീടം ചൂടിയ സ്പെയിൻ അന്നാണ് ലോകത്തിന് പുതിയൊരു ചാമ്പ്യനെ ഏറ്റവും ഒടുവിൽ ലഭിച്ചത്. ഇപ്പോൾ അലക്സിസ് മക്കലിസ്റ്ററിനു കൂടി ഒരു മഞ്ഞക്കാർഡ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കളി പരുക്കനായിരുന്നു അർജന്റീനയുടെ ഭാഗത്തു നിന്ന്. നല്ല കളിയൊഴുക്ക് ഈ മത്സരത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഫെറാൻ ടോറസ് ഗോളുമായി മുന്നിൽ നിന്ന് നയിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോഴും സ്പാനിഷ് താരങ്ങളുടെ കാലുകളിൽ തന്നെ പന്ത് നിൽക്കുന്നു. ഇനി 9 മിനിറ്റ് ബാക്കിയില്ല എന്നതാണ്. 8.5 മിനിറ്റ് മാത്രം ബാക്കിയാകുമ്പോൾ കളപ്പോരിന്റെ നാട്ടുകാർ 2ാം തവണയും ലോക കിരീടം നേടാൻ ഏറ്റവും അതിന്റെ സാധ്യതകൾ തൊട്ടടുത്ത് നിൽക്കുന്നു എന്നത് തന്നെയാണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്. സ്പെയിൻ ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. സമയം 111 മിനിറ്റും കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരിക്കൽ കൂടി
സ്പെയിൻ 16 വർഷത്തിന് ശേഷം വലിയൊരു ആശയവുമായാണ് അർജന്റീന വന്നത്. തുടർച്ചയായി 2 ലോക കിരീടങ്ങൾ, അതിതുവരെ 2 ടീമുകൾക്ക് മാത്രം സാധിച്ചിട്ടുള്ള ഒന്നാണ്. 1934-ലും 38-ലും കിരീടം നേടിയ വിശ്വകിരീടം നേടിയ അസൂറികൾ ഇറ്റലി, അതിനുശേഷം 58-ലും 62-ലും കിരീടം നേടിയ കാനറികൾ ബ്രസീൽ. ഈ 2 ടീമുകൾക്ക് മാത്രമാണ് തുടർച്ചയായി 2 ലോക കിരീടങ്ങൾ എന്നുള്ള അതുല്യമായ നേട്ടം സ്വന്തമായിട്ടുള്ളത്. ആ ഒരു നേട്ടവും ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇന്ന് അർജന്റീന ഇറങ്ങിയത്. പക്ഷെ തുടക്കം മുതൽ അർജന്റീനയെ അപ്രസക്തരാക്കുന്ന ഒരു കളി സ്പെയിനിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. കരുത്തരായ ഫ്രാൻസിനെ അവർ കഴിഞ്ഞ കളിയിൽ എങ്ങനെയാണോ തറ പറ്റിച്ചത്, അതിനും ഒരു പടി മേലെ നിൽക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ അർജന്റീനയ്ക്കെതിരെ സ്പെയിൻ ഇതുവരെ കാഴ്ചവെച്ച ഒരു പ്രകടനം എന്ന് പറയേണ്ടി വരും. കാരണം അർജന്റീന ചിത്രത്തിൽ ഇല്ലായിരുന്നു. പ്രതിരോധിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രം. ലയണൽ മെസ്സിക്ക് പന്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. മുന്നേറ്റ നിരയിലേക്ക് പന്തെത്താനുള്ള എല്ലാ വഴികളും നല്ല പ്രസ്സിങ്ങിലൂടെ, ഹൈ പ്രസ്സിങ്ങിലൂടെ അടയ്ക്കുന്നു സ്പെയിൻ. അതുകൊണ്ട് തന്നെ മുന്നേറ്റ നിരയിലേക്ക് പന്ത് എത്തുന്നുണ്ടായിരുന്നില്ല ഈ ഒരു മത്സരത്തിൽ. മറ്റൊരു ഗംഭീര ചാൻസ് കൂടി ഇപ്പോൾ സ്പെയിനിൽ 2-0 എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നു. 2 ഗോളുകളും ടോറസ് നേടിയിരിക്കുന്നു 113-ാം മിനിറ്റിൽ. ഇല്ല, അത് ഓഫ് സൈഡാണ്. ഒരു ഗോൾ മാത്രമാണ് ഇപ്പോഴും. ഏതായാലും ലൈൻ റെഫറിയുടെ ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടുള്ളൊരു ഓഫ് സൈഡ് തന്നെയായിരുന്നു. കൃത്യമായൊരു ഡിസിഷൻ തന്നെ ഏതായാലും ലൈൻ റെഫറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. സ്പെയിൻ ആദ്യ ഗോൾ അടിച്ചിരിക്കുന്നു. ചരിത്രം കുറിക്കാൻ അതിൻ്റെ ആ ചരിത്ര നിമിഷത്തിന്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നു. ലയണൽ മെസ്സിയുടെ കാലുകളിൽ ആ പന്ത് മൊളീനയിലേക്ക് കൈമാറുന്നു. പക്ഷേ മൊളീനയിൽ നിന്ന് അനായാസം സ്പാനിഷ് താരങ്ങൾ ആ പന്ത് തട്ടിയെടുക്കുകയും ചെയ്യുന്നു.